ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം. പരമാത്മാവിൻ തിരുനാമം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം. പരമാത്മാവിൻ തിരുനാമം. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. അനുഭവ സുഖം തന്ന ഗുരുവരനെ അനുദിനവടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അനുഭവ സുഖം തന്ന ഗുരുവരനെ അനുദിനവടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അനുഭവ സുഖം തന്ന ഗുരുവരനെ അനുദിനവടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അവതാര തിരുനാൾ അറിയിച്ചൊരു തിരുനാമം പാടി ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. ബ്രഹ്മസ്വരൂപത്തെ സ്തുതിച്ചിടുന്നേ. സ്തുതിച്ചിടുന്നേ എന്നും സ്തുതിച്ചിടുന്നേ. പരബ്രഹ്മസ്വരൂപത്തെ സ്തുതിച്ചിടുന്നേ. സർവശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഭക്തലോകവും ഒന്നിച്ചാനന്ദിച്ച മഹാതാരാസ്ഥിതിയുടെ ആനന്ദലഹരിയിലാണ് ഓരോ ഹൃദയങ്ങളും. കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയം അതിൻ്റെ ഗംഭീരാരവത്തിലായിരുന്നു. ഉന്നതമാകുന്ന കർമ്മങ്ങൾ ജഗതീശ്വര കാരുണ്യത്താൽ നടത്തി കഴിയുമ്പോൾ തിരുമുമ്പാകെ ഒരു നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. എല്ലാ മഹൽ കർമ്മങ്ങളും നടക്കുമ്പോൾ നമ്മളങ്ങനെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിർവഹിക്കാറുണ്ട്. അത് നിത്യജീവിതത്തിലെ പരിശീലനത്തിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഒരു അനുഭവം പ്രസംഗമായി പറയുന്നതിലല്ല, അത്
ആ വിധത്തിൽ ആ കലയിൽ ശോഭിക്കുന്നവർക്ക് മാത്രമേ ശോഭനമായ വിധത്തിൽ അതിനെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഭക്തലോകം പരിശീലിക്കേണ്ടത് പ്രസംഗിക്കാനല്ല, പ്രവർത്തിക്കാനാണ്. എങ്ങനെ പ്രവർത്തിക്കണം? നന്ദിയോടും ഭക്തിയോടും ജീവിക്കാൻ ഓരോരുത്തരും തീരുമാനിക്കണം. അതാണ് ഏറ്റവും നല്ല പ്രവൃത്തി. ദൈവം ഓരോ നിമിഷവും നമുക്ക് അനുഭവമാക്കുന്ന നന്മകളെ ചിന്തിച്ചുകൊണ്ട് നന്ദിപ്പെട്ട് ഭക്തിയോടുകൂടി ആശ്രയിച്ച് ജീവിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നന്ദി. എന്നാൽ ബാഹ്യമായി ഈ കർമ്മങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പുതിയതായി വരുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ഈ പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഹൃദയം കുളിർക്കുന്ന രീതിയിൽ, ഹൃദയം ഉണർത്തുന്ന രീതിയിൽ അനുഭവ സാക്ഷികളെ ഗുരുമുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ സർവശക്തിയെ സ്വീകരിക്കുകയും പുതിയ പുതിയ അനുഭവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ അനുഭവ സുഖം തരുന്ന ജഗദീശ്വരനെ, പരബ്രഹ്മസ്വരൂപത്തെ അനുദിനം സ്തുതിക്കുന്നതാണ് ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ആ വിധത്തിൽ ജീവിക്കുവാനാണ് ശുഭാനന്ദ ആദർശം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിക്കുവാനും ആ വിധത്തിൽ ഒത്തുജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലും ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ മഹാതാരാസ്തുതി വർണ്ണനാതീതമായ അനുഭവമായിരുന്നു. ഈ പ്രാവശ്യത്തെ താരാസ്തുതിയുടെ വ്രതം ആരംഭിച്ച ദിവസം മുതൽ ശുഭാനന്ദ ജ്ഞാനാമൃത പാരായണം ഒരു പ്രത്യേക ചടങ്ങായി തന്നെ നമ്മളിവിടെ നടത്തി. ഇതിനു മുമ്പ് അങ്ങനെ നടത്തിയിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കും, അല്ലെങ്കിൽ ചെറിയ പഠന കളരികളിൽ ഇരുന്ന് വായിക്കും. പൊതുവായി ഇങ്ങനെ ഒരു ആരാധനാ മധ്യേ വായിക്കുന്ന ശീലം നേരത്തെ ഇല്ലായിരുന്നു. അത് ഈ പ്രാവശ്യത്തെ താരാസ്തുതിയുടെ വ്രതം ആരംഭിച്ച സമയം മുതൽ അത് നടത്തി. താരാസ്തുതിക്ക് വന്നവരെ കൊണ്ട് നിർബന്ധമായും അത് വായിപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരും കൂട്ടം കൂട്ടമായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു, സന്യാസ പരമ്പരകളും ഭക്തന്മാരും ഒക്കെ. അത് കഴിഞ്ഞപ്പോഴും ഈ സന്നിധാനത്തിൽ ആ കർമ്മം തുടർന്നു വരികയാണ്. പലരും ആവശ്യപ്പെട്ടു, ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ ശുഭാനന്ദ ജ്ഞാനാമൃതം ഒന്ന് പാരായണം ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആരാധന കഴിഞ്ഞ് ആഹാരവും കഴിച്ചൊരു 3 മണിയോടുകൂടി അങ്ങനെ ഒരു കർമ്മം നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പലരും വന്ന് അഭിപ്രായം പറയുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ദൈവം അനുവദിക്കുന്ന മഹാഭാഗ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവകർമ്മം സ്വന്തം കർമ്മമായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനുള്ള ശേഷി ഉണ്ടാവണം. താരാസ്തുതിയുടെ മധ്യത്തിൽ മകയിരം പക്കനാൾ ദിനത്തിൽ ഞാൻ സദാനന്ദ സിദ്ധ ഗുരുദേവന്റെ ജീവിതചര്യകളെ പറ്റി ലഘുവായൊന്ന് വിശദീകരിച്ചു, വളരെ ലഘുവായി. അതിനകത്ത് ഞാൻ വളരെ പ്രത്യേകമായി പറഞ്ഞത് ആ കാര്യം തന്നെയാണ്. സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവകാര്യം എൻ്റെ കാര്യം, സ്വന്തം കാര്യം എനിക്കെന്നും, അന്തമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താം. അന്തമില്ലാത്ത ഭാഗ്യത്തിൽ ചെന്നെത്താം എന്ന് ദൈവം അറിയിച്ചതാണ്, അല്ലേ? വേറെ ആരും അറിയിച്ചല്ല, ദൈവം അറിയിച്ച ശബ്ദങ്ങളാണിത്. പക്ഷേ കാത്തിരുന്ന് ആ ഭാഗ്യത്തിൽ എത്തിച്ചേരാൻ ആത്മസംയമനമുള്ളവർ വളരെ കുറവാണ്. എല്ലാവർക്കും വളരെ വേഗത്തിൽ വേണം എല്ലാം. ഈ വേഗത കൂടിയതാണ് ഈ അക്രമങ്ങളും അനീതികളും ഈ വിധത്തിലുള്ള ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ വർദ്ധിക്കാനിടയായത്. ആയുർവേദ മരുന്ന് ഒരു കാര്യത്തിന് വേണ്ടി നിർദ്ദേശിച്ചാൽ മുഖം അങ്ങ് ചുളി. കാരണം അതിന് പഥ്യം വേണം, ചില ചിട്ടകളൊക്കെ വേണം, അത് കലക്കണം, കുടിക്കണം, കയ്പുണ്ട്, പുളിപ്പുണ്ട്, ചവർപ്പുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പം സ്പീഡുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു 10 ഗുളിക രാവിലെ മേട്ട് ഓരോന്നും കഴിച്ചു, എവിടെ ഇരുന്നാലും കഴിക്കുക, ഒരെണ്ണം എടുത്ത് വായിൽ വിഴുങ്ങുക. ഇതിൻ്റെ അനന്തര ഫലങ്ങൾ, പാർശ്വഫലങ്ങൾ അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഇതിൻ്റെ എല്ലാം പാർശ്വഫലങ്ങൾ അറിയാൻ പറ്റും. ഏത് മരുന്നിൻ്റെ എടുത്ത് നോക്കിയാലും സൈഡ് എഫക്റ്റ് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. ഇത് വായിക്കുന്ന ഒരാളിന് സത്യം പറഞ്ഞാൽ അറിവോടുകൂടി അതിനെ ചിന്തിക്കുന്നവർക്ക് അത് കഴിക്കാൻ പറ്റുകയില്ല.
പക്ഷെ ചില രോഗങ്ങൾ വരുമ്പോൾ നിവൃത്തിയില്ല, അത് കഴിച്ചേ പറ്റൂ. പക്ഷേ ഫലമുണ്ട്, പാർശ്വ ഫലങ്ങളുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. എങ്കിലും വേഗതയാണ് ആവശ്യം. ഈ വേഗത വർദ്ധിപ്പിച്ച് എന്തായി തീരുകയാണ്? ഇന്നലെ ഒരാൾ വിളിച്ചു, കിഡ്നി രണ്ടും പോയി, പ്രശ്നമാണ്, രക്ഷിക്കണം. വളരെ ചെറുപ്പമാണ്. ഞാൻ ചോദിച്ചു, ഇത്ര ചെറുപ്പത്തിലെയോ? എപ്പോഴോ എവിടെയോ ഒക്കെ വെച്ച് കഴിച്ച മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളാണ്. പെട്ടെന്നാണത് ബാധിക്കുന്നത് കിഡ്നിയിലേക്ക്. എന്നാലും എന്താണ് വേണ്ടത്? വേഗത വേണം. എല്ലാത്തിനും വേഗത, എളുപ്പം അങ്ങ് മാറണം. സമാധാന ബുദ്ധിയില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സമാധാനത്തോടുകൂടി ഈശ്വരൻ നൽകുന്ന ഫലങ്ങളെ അനുഭവിക്കുവാനുള്ള സമാധാന ബുദ്ധി ഉണ്ടാവണം. എങ്കിലേ അന്തമില്ലാതുള്ള ഭാഗ്യത്തിൽ ചേരാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് ചില സ്വന്തമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ കാര്യങ്ങൾ കൂടി ചുമതലപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അന്തമില്ലാത്ത ഭാഗ്യം ആത്മാവിൽ അനുഭവമാകുന്നത്. ഇന്നും പുതിയ ആളുകൾ അനേകം ഇതിനകത്തുണ്ട്. ഇന്ന് സത്യം കേട്ടവരുണ്ട്, ആദ്യമായി നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒന്നുപോലെ പ്രയോജനമാകത്തക്ക വിധം ദൈവം അവതരിപ്പിക്കുന്ന ഉന്നതമായൊരു വ്യവസ്ഥയാണ് നമ്മുടെ ആരാധന. അതുകൊണ്ട് ഈ ആരാധനയിൽ കൂടി മഹാശക്തി ആനന്ദം നിങ്ങളിലേക്ക് നിറയ്ക്കട്ടെ. പക്ഷെ അത് നന്ദിയോടുകൂടി ഭക്തിയോടുകൂടി അനുഭവിക്കുക. ഉന്നതമായ മഹാതാരാസ്തുതിയെക്കുറിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവശക്തിയെ സ്വീകരിക്കട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്തെ വർണ്ണിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ വർണ്ണിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്തെ വർണ്ണിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ സർവത്തിന്റെയും ഉടമസ്ഥനായ ദൈവം, സർവത്തിലും ഉൾക്കാമ്പായി വാഴുന്ന ദൈവം, സർവത്തെയും സമ്പൂർണമായി രക്ഷിക്കുന്ന ദൈവം, സർവത്തെയും സ്വയം വഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം, സർവത്തെയും ലയിപ്പിക്കുവാൻ തയ്യാറായി വന്ന ദൈവം, ആ ദൈവം ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ലോകത്തിൽ ദൈവമുണ്ട്, ദൈവം എന്നൊരു ശക്തിയുണ്ട്, ദൈവം എന്നൊരു ചൈതന്യമുണ്ട്. ആ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. ഇങ്ങനെയൊക്കെ
എന്തെങ്കിലുമൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ആ ദൈവം ഒരു മർത്യനായി വന്ന് വാഴുമ്പോൾ അത് യഥാവിധി പരിശോധിക്കുവാനോ പരിപൂർണമായി സമ്മതിക്കുവാനോ മർത്യന്മാർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് താൻ തന്നെ സ്വന്തം നാവുകൊണ്ട് പാടിയത്, അറിയിക്കാതെ അറിവാനുള്ള അറിവില്ലല്ലോ ദൈവമേ, അറിയിക്കാതെ അറിവാനുള്ള അറിവില്ലല്ലോ ദൈവമേ, അറിയിക്കാതെ അറിവാനുള്ള അറിവില്ലല്ലോ ദൈവമേ, അറിയിക്കാതെ അറിവാനുള്ള അറിവില്ലല്ലോ ദൈവമേ. ആ അറിവാകുന്ന കണ്ണനല്ലോ അവതാരമായി വരുന്നത്, താൻ തന്നെ വർണ്ണിക്കുകയാണ്, താൻ തന്നെ തെളിയിക്കുകയാണ്. ലോകവശാൽ ചിന്തിച്ചാൽ സ്വന്തം കാര്യം നിന്നുകൊണ്ട് ഒരാൾ മേന്മയായി പറഞ്ഞാൽ എനിക്ക് ഇന്നതുപോലൊക്കെ കഴിവുള്ള ആളാണ്, ഇന്നതുപോലൊക്കെ ചെയ്യുന്ന ആളാണ്, ഇന്നതുപോലൊക്കെ പലർക്ക് ഉപകാരം ചെയ്യാറുണ്ട്, അങ്ങനെ സ്വന്തം മേന്മയെ കുറിച്ച് അല്ലെങ്കിൽ നന്മയെ കുറിച്ച് അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ച് ഒരാൾ സ്വയം വർണ്ണിച്ചാൽ അവരെ നമ്മൾ അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിട്ടാണ് വിളിക്കുന്നത്, അതൊരു മോശമായിട്ടാണ് കാണുന്നത്. പക്ഷേ കലിയുഗത്തിൽ ഖഡ്ഗാവതാരമായി വന്നു നിന്നുകൊണ്ട് ഭഗവാൻ തന്നെ തെളിയിക്കുകയാണ്. എന്തുകൊണ്ട്? മറ്റാർക്കും ഇത് പറയാൻ അറിയില്ല. പരലോകത്തിലെ പരമാർത്ഥം പറയുവാനായി താൻ വന്നു, പരലോകത്തിലെ പരലോകത്തിലെ പരമാർത്ഥം പറയുവാനായി താൻ വന്നു, പരലോകത്തിലെ പരമാർത്ഥം പറയുവാനായി താൻ വന്നു, പരലോകത്തിലെ പരമാർത്ഥം പറയുവാനായി താൻ വന്നു, പരലോകത്തിലെ പരമാർത്ഥം പറയുവാനായി താൻ വന്നു. പരലോകമെന്നാൽ എന്ത്? ഈ ലോകമെന്നാൽ എന്ത്? പരലോകമെന്നാൽ എന്ത്? ഈ ലോകമെന്നാൽ എന്ത്? പറയേണ്ടതുപോൽ പറയുവാൻ പറയനായി വന്നല്ലോ, പറയേണ്ടതുപോൽ പറയുവാൻ പറയനായി വന്നല്ലോ, പറയേണ്ടതുപോൽ പറയുവാൻ പറയനായി വന്നല്ലോ, പറയാനുള്ളത് പറയാതെ ഈ പറയൻ പോവുകയില്ലല്ലോ, പറയാനുള്ളത് പറയാതെ ഈ പറയൻ പോവുകയില്ലല്ലോ, പറയാനുള്ളത് പറയാതെ ഈ പറയൻ പോവുകയില്ലല്ലോ, പറയാനുള്ളത്
നമോ അകമായി വാഴുന്ന ആത്മാവിന്റെ ആനന്ദത്തിനാകേണമോ. പുറമായി വാഴും ഈ ലോകത്തിൽ പൂർണ്ണ കർമ്മമാകേണമോ. പുറമായി വാഴും ഈ ലോകത്തിൽ പൂർണ്ണ കർമ്മമാകേണമോ. പുറമായി വാഴും ഈ ലോകത്തിൽ പൂർണ്ണ കർമ്മമാകേണമോ. പൂർണ്ണകർമ്മം സൽക്കർമ്മം ഈ ദേഹം കൊണ്ടു ചെയ്യുമ്പോൾ. പൂർണ്ണകർമ്മം സൽക്കർമ്മം ഈ ദേഹം കൊണ്ടു ചെയ്യുമ്പോൾ. ആത്മബോധം ഉദയമാകും ആനന്ദത്തിൽ ചേർന്നിടും. ആത്മബോധം ഉദയമാകും ആനന്ദത്തിൽ ചേർന്നിടും. ആത്മബോധം ഉദയമാകും ആനന്ദത്തിൽ ചേർന്നിടും. ഈ പരമാർത്ഥം, ഈ പരമാർത്ഥം, പരലോകമെന്ത് ഇഹലോകമെന്ത് എന്ന് തെളിയിക്കുന്ന ഈ പരമാർത്ഥം, പരലോകമെന്ത് ഇഹലോകമെന്ത് എന്ന് തെളിയിക്കുന്ന ഈ പരമാർത്ഥം, ഇത് പറയുവാനാണ് പറയാനായി വന്ന് വാഴുന്നത്. ഇത് പറയുവാനാണ് പറയാനായി വന്നത്. അല്ലാതെ ഒരു ജാതിയുടെ നാമമായിട്ട് ആരും അത് ചിന്തിക്കരുത്. അല്ലാതെ ഒരു ജാതിയുടെ നാമമായിട്ട് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഇവിടെ ജാതിയോ മതമോ ജാതിമതങ്ങൾക്ക് അതീതമായി വസിക്കുന്ന ജാതിമതങ്ങൾക്ക് അതീതമായി വസിക്കുന്ന ഏകശക്തിയാകുന്ന ഏകനാഥനെ ആരാധിക്കുവാനും ആശ്രയിക്കുവാനും പഠിപ്പിക്കുന്ന സങ്കേതമാണിത്. ഏകശക്തിയാകുന്ന ഏകനാഥനെ ആശ്രയിക്കുവാനും ആരാധിക്കുവാനും പഠിപ്പിക്കുന്ന താൻ തന്നെ അവതാരമായി വന്നു നിന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ്. താൻ തന്നെ നിരോധാരമായി വന്നു നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നു. അതാണ് പാടിയ ദൈവത്തെ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്തെ വർണ്ണിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ വർണ്ണിക്കുക ആരാധിക്കുക, ദൈവത്തെ വർണ്ണിക്കുക ആരാധിക്കുക, അതിനാണ് ഈ ജന്മം തന്നിരിക്കുന്നത്. അതിനാണ് നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നത്. പക്ഷേ അവരവരുടെ കർമ്മത്തിന് വേണ്ടി, അവരവരുടെ സുഖത്തിന് വേണ്ടി, അവരവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും സ്വന്തമായി കരുതി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വർദ്ധിക്കുന്നത് സ്വാർത്ഥതയാണ്. ഞാൻ എന്ന ഭാവമാണ്. ഞാൻ എന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ആ ഞാനെന്ന ഭാവം മാറണമെങ്കിൽ അജ്ഞാനം മാറ്റുവാനുള്ള ജ്ഞാനം അകതാരിൽ ഉദിക്കണം. അത് സ്വയമേ ഉദിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മായാബന്ധത്തിൽ കുടുങ്ങി ജീവിതം ചെയ്യുകയാണ്. പുറമായി കൽപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തെ അഥവാ ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഈ നരകത്തിൽ നിന്നായതുകൊണ്ട് മനസ്സെപ്പോഴും നരകവുമായി ബന്ധിച്ചിരിക്കുകയാണ്. ആ നരകബന്ധത്തിൽ നിന്ന് നീക്കി സ്വർഗം ഉള്ളിൽ സ്ഥാപിക്കുവാനാണ് സ്വർഗപിതാവ് വന്ന് ഈ സത്യം തെളിയിക്കുന്നത്. അപ്പൊ ആ സത്യത്തെയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. ആ സത്യത്തെ സ്വീകരിച്ച് സത്യത്തിൽ കൂടി ജീവിതം ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു തിളക്കവും വിളക്കവും ചൈതന്യവും ഒക്കെ ഉണ്ടാകും. ആ ചൈതന്യം നിത്യവെളിച്ചമാകുന്ന തന്റെ പ്രകാശമാണ്. ആ
പ്രകാശത്തിൽ കൂടി മാത്രമേ തന്നെ കാണാൻ ആ കഴിയുള്ളൂ. പ്രകാശത്തിൽ കൂടി മാത്രമേ ഉപകാരം കാണാൻ കഴിയൂ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എന്നിലേക്ക് പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്റെ ഗുരുവാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നിലേക്ക് പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്റെ ഗുരുവാണ്. അപ്പൊ ഈ അറിയിക്കുന്ന അറിവ് ഇതിനെ സ്വീകരിച്ച് ഇതിനെ കർമ്മിച്ച് ശുദ്ധീകരിച്ച് പ്രവൃത്തി ഫലം ആത്മാവിൽ അനുഭവമാകുമ്പോൾ മാത്രമേ ഇത് അറിയിച്ചത് ഗുരുവാണെന്ന സത്യം ആത്മാവിൽ പൂർണ്ണബോധ്യമാവുകയുള്ളൂ. അതുവരെയും ഓരോരുത്തരും പറയും ഇത് ഗുരുവാണ്, ഇത് ദൈവമാണ്, ശുഭാനന്ദ അവതാരമാണ് എന്നൊക്കെ പറയും. മറ്റുള്ളവരുടെ അനുഭവം കണ്ടും കേട്ടും നമുക്ക് ഇതിനോടൊരു അനുഭവം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരു ആശ്രയം ഉണ്ടാകും. അത് ആ യഥാർത്ഥ വിധിയിലേക്ക് അത് എത്തുന്നില്ല. യഥാർത്ഥ വിധിയിലേക്ക് എത്തണമെങ്കിൽ ഈ വെളിച്ചം ആത്മാവിൽ പ്രകാശിക്കണം. സത്യവെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. സത്യവെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. സത്യവെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. സത്യവെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. ഗുരുവിന്റെ രൂപത്തെ അകവേ കാണണമെങ്കിൽ ഈ സത്യവെളിച്ചം ഉദിക്കണം. അതിനാണ് ഈ ജന്മം. അത് അറിയുന്നില്ല. അതാണ് ആദ്യം അറിയേണ്ടത്. ജന്മം എന്തിനെന്ന് അവരവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പകുതി ദോഷം മാറി. ഒരു ജന്മത്തിൽ പകുതി ദോഷം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ എന്റെ വഴി? ഈ ജന്മം എന്തിനാണെന്ന് പരിപൂർണമായി ബോധ്യപ്പെടുക. എന്തിനാണ് സത്യത്തിൽ ജന്മം തന്നിരിക്കുന്നത്? വല്ലതും കഴിക്കണം, ചൊവ്വ നേരം കിടന്ന് ഉറങ്ങണം, ആവശ്യമുള്ളപ്പോൾ ഒരു കല്യാണം കഴിക്കണം, അതിൻ്റെ കൂടെ ഒക്കെ ജീവിക്കണം, കുറച്ച് സന്താനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് പലരുടെയും വിചാരം. ഇതിനു വേണ്ടി അല്പം ധനവും വേണം. അപ്പൊ ധനത്തിന് വേണ്ടിയാണ് ഈ നെട്ടോട്ടം മുഴുവൻ. കാശില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇതാണ് പലരുടെയും ചിന്ത. ഇതാണ്, കാശില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. അതിലേക്കങ്ങായി. ഇവിടെ നേരത്തെ ഭസ്മം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുമല്ലോ കേട്ടോ. ഇവിടെ ആളുകൾ ഇരുന്ന് പൊതിഞ്ഞ് കൊടുക്കുക. അല്ലാതെ ഈ സത്യസായി ബാബ കൊടുക്കുന്ന പോലെ ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന മാജിക്കൊന്നും അല്ല. അല്ല, ഞാൻ എന്തെങ്കിലും ആവശ്യം വന്ന് ചോദിക്കുമ്പോൾ ഒരു ഭസ്മം കൊടുക്കുമായിരുന്നു. ആദ്യം അതുപോലുള്ള അത്യാവശ്യങ്ങൾക്ക് 1-2 കൊടുത്തോണ്ടിരുന്നതാണ്. ഇത് കണ്ടും കേട്ടും ഇതങ്ങ് വർദ്ധിച്ച് 2-3 പേരിരുന്ന് ഇങ്ങനെ രാപകല് ഭസ്മം പൊതിച്ചില്ല. അപ്പൊ പൊതിയുക കൊടുക്കുക ഇത് തന്നെ അങ്ങ് പരിപാടി. അപ്പോ ചില ദിവസങ്ങളിൽ തിരക്കൊക്കെ കൂടെ ഭസ്മം കിട്ടിയില്ല, ഭസ്മമായ ഞങ്ങളുടെ ഒരു രക്ഷ. പല ആളുകളും പറയുന്നതാണ്, ഭസ്മം കിട്ടിയില്ല, ഭസ്മം അവരുടെ രക്ഷ. ഗുരുവിനും തന്റെ ശബ്ദത്തിനും തന്റെ അറിവിനും ഒന്നും ഒരു സ്ഥാനവും ഇല്ല. ഭസ്മമാണ് പലർക്കും വലിപ്പം. അത് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഒരു പാത്രത്തിൽ വെക്കും, ആവശ്യമുള്ളവരൊന്ന് തൊട്ട് വെച്ച് ഒരു ആചാരം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതാണോ രക്ഷിക്കുന്നത്? രക്ഷകനുള്ളത്തിൽ വാസമായ രക്ഷിപ്പാൻ വേറാരും വേണ്ടതില്ല. കുറച്ചുപേര് സത്യം കേട്ടു പുതിയതായി.
കുറച്ചുപേര് പുതിയതായി സത്യം കേട്ടു. വീണ്ടും കുറച്ചുപേരുണ്ടായിരുന്നു. അപ്പോൾ സമയം അല്പം വൈകിയോണ്ട് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും കുറച്ചുപേരുണ്ടായിരുന്നു. സമയം ഇപ്പം വൈകിയോണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ കേട്ട കൂട്ടത്തിൽ കൂട്ടത്തിൽ ചിലരുടെയൊക്കെ കയ്യിൽ ഞാൻ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. നേരത്തെ കെട്ടിയിരുന്നതാ. നേരത്തെ ചരടൊക്കെ കെട്ടി. ഞാൻ പറഞ്ഞു ഇനി ഇതൊന്നും വേണ്ട. ഇനി ഇതൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നത് സർവരക്ഷകനാകുന്ന ദൈവത്തെയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ദാനം ചെയ്തിരിക്കുന്ന സർവരക്ഷകനാകുന്ന ദൈവത്തെയാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉദയം ചെയ്ത ജഗദീശ്വരന്റെ തിരുനാവിൽ കൂടി ദാനം ചെയ്ത ജന്മാന്തരജ്ഞാനത്തിന്റെ ആദ്യ അക്ഷരങ്ങളാണ് നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. ജന്മാന്തരജ്ഞാനത്തിന്റെ ആദ്യാക്ഷരങ്ങളാണ് അത് ആത്മാവിൽ ഭവിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ രക്ഷകൻ അകതാരിൽ ഉദയം ചെയ്യും. രക്ഷിപ്പാൻ കൂടെ വാഴും. ആ രക്ഷകനുള്ളത്തിൽ വാസമായാൽ രക്ഷിപ്പാൻ വേറാരും വേണ്ടതില്ല. ചില ആളുകൾക്കൊരു ശീലമുണ്ട്. വീട്ടിൽ നല്ല ഒന്നാന്തരം തേയിലയും ഒന്നാന്തരം പാലും ഒന്നാന്തരം സംവിധാനവും ഒക്കെ ഉണ്ടാക്കി വെക്കും. ആ വിഷം കലരാത്ത പല സാധനങ്ങളും വാങ്ങിയെല്ലാം സൂക്ഷിച്ചു വെക്കും. വീട്ടുകാർ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തും കൊടുക്കും. എന്നാലും ഇല്ല തട്ടുകടയിൽ പോയി ഒരു ചായ മേടിച്ച് അവിടെ നിന്നൊരു സൊറയൊക്കെ പറഞ്ഞ് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. അത് അവർക്കൊരു സുഖം. അതാ അവിടെ ചെന്ന് കൊണ്ടുവെക്കും മുടക്കി കുത്തി. ഒരു വീഡിയോ ഒക്കെ പോയിച്ച് നമ്മുടെ ആളുകളാരും അല്ല, ചില ആളുകളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ആളുകളാരും ബീഡിയും സിഗരറ്റൊന്നും വലിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ നിന്ന് ഒരു ചായ കുടിക്കുക ഒരു ശീലക്കേടാ. എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഈശ്വരൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് മാടി വിളിച്ച് പാദത്തിലിരുത്തി സർവ്വ സൗഭാഗ്യങ്ങളും അനുവദിച്ച് നൽകുമ്പോഴും പിന്നെയും തേടി ഇഞ്ഞ് നടക്കും. എവിടാ കരിയാപ്പില കിട്ടുന്ന എവിടാ, പച്ചമുളക് കിട്ടുന്ന എവിടാ, എല്ലാം കൊടുക്കുക, സർവ്വതും കൊടുക്കുക. രക്ഷകനുള്ളത്തിൽ വാസമായാൽ രക്ഷിപ്പാൻ വേറാരും വേണ്ടതില്ല. ആത്മാവിന്റെ നിർമ്മിതാവും ആത്മാവിന്റെ രക്ഷിതാവും അവതാരമായി വന്ന് ലോകത്തിൽ നിന്നുകൊണ്ട് നിന്നെ രക്ഷിക്കുമ്പോൾ എന്തിനാണ് നീ തേടി അലയുന്നത്? ഒരിക്കലും ഇനി എങ്ങും തേടി അലയണ്ട. തേടി അലയേണ്ട ആത്മാവേ നീ ഈ മായാലോകത്തിൽ അലഞ്ഞു വലയണ്ട. മായാസംഹാരിയാകുന്ന മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ മായയെ അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴും നാഥ. മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ മായയെ അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴും നാഥ. അപ്പോ സർവ അജ്ഞാനങ്ങളെയും അസ്തമിപ്പിക്കാൻ ഒറ്റ സൂര്യൻ മതി, ജ്ഞാനസൂര്യൻ മതി, ഈ ബോധസൂര്യൻ മതി. ആ അവതാരമായി വന്ന് അറിയിക്കുന്ന അറിവുകളെല്ലാം ഇതിൽ നിന്നുള്ള പ്രകാശമാണെന്ന് അറിഞ്ഞ് നീ സ്വീകരിച്ചുകൊള്ളുക. സൂര്യനെ കാണണമെങ്കിൽ അതിന്റെ പ്രകാശം ആവശ്യമാണെന്നുള്ളതുപോലെ ആ കണ്ണിന്റെ കാഴ്ചയും വേണം, സൂര്യന്റെ പ്രകാശവും വേണം. ഇതുപോലെ ആത്മാവിന്റെ തിളക്കത്തിൽ കൂടി ആത്മപ്രകാശത്തെ ആത്മാവിലേക്ക് ദാനം ചെയ്യുമ്പോൾ ആ പ്രകാശം വഴിയായി ആ ജ്ഞാനസൂര്യനാകുന്ന ഗുരുവിനെ കാണാൻ കഴിയും. അങ്ങനെ ഉദയമായി വരുന്ന ബോധസൂര്യനെ അകതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഓരോ ആത്മാവിനെയും
പരിശീലിപ്പിക്കുന്ന ഉന്നതമായ കലാശാലയാണ് ആത്മബോധോദയ സംഘം. ഓരോ ആത്മാവിനെയും പരിശീലിപ്പിക്കുന്ന ഉന്നതമായ കലാശാലയാണ് ആ ആത്മബോധോദയ. ദൈവത്തെ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്തെ വർണ്ണിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതേണ്ടത് സത്യവും ധർമ്മവുമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതേണ്ടത് സത്യവും ധർമ്മവും. സത്യമില്ലാതെ ധർമ്മമില്ല, സത്യമില്ലാതെ ധർമ്മമില്ല, ധർമ്മമില്ലാതെ ഉന്നതമായ ഫലമില്ല. ധർമ്മമില്ലാതെ ഉന്നതമായ അപ്പൊ ഫലമില്ല. സത്യധർമാദികളിൽ കൂടി ഉന്നതമായ ഫലത്തെ ആത്മാവിൽ കൈവരുത്തുവാൻ സത്യധർമാദികളിൽ കൂടി ഉന്നതമായ ഫലത്തെ ആത്മാവിൽ കൈവരുത്തുക ആത്മനാഥനാണ് പരിശീലിപ്പിക്കുന്നത്. ആത്മനാഥനാണ് അപ്പൊ പരിശീലിപ്പിക്കുന്നത്. അതിന് ബാഹ്യമായ ഭക്തി ഉണ്ടാവണം, അതിന് ഭാഗ്യമായ ഭക്തി വിനയമുണ്ടാവണം, അനുസരണം ഉണ്ടാവണം. ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ധിക്കാരമായും അഹങ്കാരമായും ഒരു കാര്യവും ലോകത്ത് ആർക്കും നേടിയെടുക്കാൻ കഴിയില്ല. ധിക്കാരമായും അഹങ്കാരമായും ഒരു കാര്യവും ആർക്കും ലോകത്ത് നേടിയെടുക്കാൻ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം കുറവുകൾ, എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം പോരായ്മകൾ, ഒരാൾ വളരെ താഴ്മയോടുകൂടിയാണ് നമ്മളോട് ഇടപെടുന്നതെങ്കിൽ ഒരാൾ വളരെ താഴ്മയോടുകൂടിയാണ് നമ്മളോട് അത് എത്ര കാലം വേണമെങ്കിലും ആ പോരായ്മകൾ സഹിക്കാൻ നമ്മൾ തയ്യാറാകും. എത്ര കാലം വേണമെങ്കിലും ആ പോരായ്മകൾ സഹിക്കുവാൻ നമ്മൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമല്ലേ അത്? നേരെ മറിച്ച് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ധിക്കാരമായിട്ടും അഹങ്കാരമായിട്ടുമാണ് പെരുമാറുന്നതെങ്കിൽ ധിക്കാരമായിട്ടും അഹങ്കാരമായിട്ടുമാണ് ആ ഗുണങ്ങളെ പോലും നമ്മൾ മറന്നിട്ട് ആ ആളിനെ ഒഴിവാക്കുക തന്നെ ചെയ്യും. ഗുണങ്ങളെ പോലും നമ്മൾ മറന്നിട്ട് ആ ആളിനെ ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത്? ഭക്തിയും വിനയവും അനുസരണയും ഉണ്ടാകണം, സത്യധർമാദികളെ പുലർത്തണം. സത്യവും ഭക്തിയും അനുസരണയും ഉണ്ടാകണം, സത്യധർമാദികളെ പുലർത്തണം. സത്യധർമാദികളിൽ കൂടി മാത്രമേ ജ്ഞാനക്കണ്ണ് തെളിയുകയുള്ളൂ. സത്യധർമാദികളിൽ കൂടി മാത്രമേ ജ്ഞാനക്കണ്ണ് തെളിയൂ. ആ ജ്ഞാനക്കണ്ണിൽ കൂടി മാത്രമേ ഈശ്വരനെ കാണുവാൻ കഴിയുള്ളൂ. ആ ജ്ഞാനക്കണ്ണിൽ കൂടി മാത്രമേ ഈശ്വരനെ കാണുവാൻ ആ കാഴ്ചയാണ് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. ആ കാഴ്ചയാണ് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ആ അത്ഭുതം കാണുവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ അത്ഭുതം കാണുവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോ ചില ആളുകൾ വിചാരിക്കുകയോ ഞാനിങ്ങനെ ഈശ്വരനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചു നടന്ന എന്റെ കാര്യമൊക്കെ ആര് നോക്കും? അതിന് എല്ലാ ആളുകളും വിചാരിക്കും ഞാൻ ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹിച്ചു നടന്നാൽ എന്റെ കാര്യമൊക്കെ ആര് നോക്കും? ആദ്യം എഞ്ചിനും കണ്ടീഷൻ ആവട്ടെ, ആദ്യം എഞ്ചിൻ കണ്ടീഷൻ ബോഗി എത്ര വേണമെങ്കിലും നമുക്ക് പുറകിലും കണക്ട് ചെയ്ത് വിടാൻ കൊണ്ടുപോയിക്കോളും. ബോഗി എത്ര വേണമെങ്കിലും പുറകിൽ നമുക്ക് കണക്ട് ആ ആത്മാവിന്റെ ആനന്ദം ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ലോക കർമ്മങ്ങൾ നിന്റെ കൂടെ നിന്നെ അന്വേഷിച്ചു വരും. ആത്മാവിന്റെ ആനന്ദം ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ലോക കർമ്മങ്ങൾ നമ്മുടെ കൂടെ നമ്മളെ അന്വേഷിച്ചു നീ വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചതുപോലും നിന്റെ കൂടെ വരും. വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതുപോലെ നമ്മുടെ കൂടെ ആ ഒരിക്കൽ നീ ആഗ്രഹിച്ചു, ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ചു, നടന്നില്ല, ഇനി അത് വേണ്ട എന്ന് വിചാരിച്ചു. ആത്മാവിന്റെ സുഖം വർദ്ധിച്ചു തുടങ്ങുമ്പോൾ ആത്മാവിന്റെ സുഖം വർദ്ധിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം വരും. എവിടെ വെച്ച് എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം വരും. കാരണം ആ ഓരോ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരു ജന്മം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ആദ്യം നീ അത് ആഗ്രഹിച്ച സമയത്ത് നിന്റെ ആത്മാവിന് ശക്തിയില്ലാതെ നിനക്കത് ലഭ്യമായിരുന്നുവെങ്കിൽ നീ അവിടെ വെച്ച് അധപ്പതിച്ച് അന്ധകാരത്തിൽ പെട്ടുപോയേനെ. അങ്ങനെ പലരും അങ്ങനെ അധപ്പതിച്ച് പോകാറുണ്ട്. ദൈവം സ്വീകരിക്കുന്ന ആത്മാക്കളെ അങ്ങനെ അധപ്പതിക്കാൻ വിടുകയില്ല. അവരെ കരുതുകയാണ് ദൈവം എപ്പോഴും. ആ അങ്ങനെ കരുതുകയും മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഉന്നതനാകുന്ന ദൈവം ആ ആത്മാവിന്റെ ശക്തി അനുസരിച്ച് ആത്മാവിലേക്ക് സുഖങ്ങളെ വർദ്ധിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയും വർദ്ധിക്കുകയാണ്. ശക്തി വർദ്ധിക്കുന്ന അനുസരിച്ച് പല പരീക്ഷണങ്ങളും വരികയും ചെയ്യും. അതോടൊപ്പം നീ എവിടെല്ലാം വെച്ച് എന്തെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം നിന്റെ കൂടെ വരും. ആദ്യം ചിന്തിച്ച സമയത്തുണ്ടായിരുന്നതിനേക്കാൾ അറിവ് വർദ്ധിച്ച നിനക്ക് ഈ കാര്യം ഇപ്പോൾ നിന്റെ കൂടെ വരുമ്പോ അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്ന് സ്വയം തിരിച്ചറിവുണ്ടാവുകയും അത് മിതമായും ക്രമമായും അതിനെ അനുഭവിക്കുകയും അവിടെ വെച്ച് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ആത്മാവിൽ നിന്ന് അതിന്റെ ബന്ധം അറ്റുമാറുകയാണ്. അല്ലെങ്കിൽ കർമ്മബന്ധമായ ആഗ്രഹം നിലകൊള്ളുകയാണ്. അവിടെയും ഈശ്വരൻ കരുതുന്ന കരുതലാണ് അതൊക്കെ. എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം നീ ഏറ്റുവാങ്ങിക്കൊള്ളണമെന്നല്ല. ആവശ്യമില്ലാത്തതെല്ലാം ഏറ്റുവാങ്ങിക്കൊള്ളണം. ഉന്നതനാകുന്ന ഗുരുവിന്റെ അറിവിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിത്യപരിശീലകനായിരിക്കണം. ഗുരുവിന്റെ അറിവിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിത്യപരിശീലകനായിരിക്കണം. നിത്യപരിശീലകനായിരിക്കണം. നിരന്തരമായ പരിശീലനം നിലനിർത്തിക്കൊണ്ട് വേണം ജീവിതം ചെയ്യുവാൻ. പൂർണ്ണനായി എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ എവിടെ വെച്ചത് അസ്തമിക്കുകയാണ്. അറിവിന്റെ വഴി അടഞ്ഞു പോവുകയാണ്. അറിയിക്കുന്ന അറിയുന്ന അറിവും ഒന്നാകുന്ന നിമിഷം വരെയും അറിയിക്കുന്ന അറിവിനെ ആശ്രയിച്ചു തന്നെ ഈ അറിയുന്ന അറിവാകുന്ന ആത്മാവ് ജീവിതം ചെയ്യണം. അറിയിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവാണ്. അറിയുന്ന അറിവോ ജീവാത്മാവാണ്. അങ്ങനെ അറിയിക്കുന്ന അറിവും അറിയുന്ന അറിവും പരമാത്മാവും ജീവാത്മാവും ഒരുമിക്കുമ്പോൾ ആനന്ദം. പരമാത്മാവും ജീവാത്മാവും ഒരുമിക്കുമ്പോൾ ആനന്ദം. പരമാനന്ദം മതി എനിക്ക്, എന്റെ പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം മതി എനിക്ക്, പരമാനന്ദം മതി എനിക്ക്, എന്റെ പരമാത്മാവിനെ മതി എനിക്ക്. പരമാത്മാവില്ലാതെ പരമാനന്ദം ആത്മാവിൽ എത്തുകയില്ല. പരമാത്മവാസത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒരു ജീവാത്മാവിനെ ഒരുക്കുന്നതാണ് ആധ്യാത്മിക ജീവിതം. ആധ്യാത്മിക ജീവിതം അതാണ്. ആധ്യാത്മിക ജീവിതം തന്നെയാണ് ആദർശ ജീവിതം. അപ്പോൾ ആദർശ പുരുഷനാകുന്ന ജഗദീശ്വരൻ വന്ന് അറിയിക്കുന്ന ആദർശത്തെ സ്വയം സ്വീകരിച്ച് മരണകാലം വരെയും ഇത് പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ച് സൂക്ഷിച്ച് ജീവിതം ചെയ്യുമ്പോഴാണ് ആത്മാവ് പരമാത്മാവിനോട് താതാത്മ്യപ്പെടുന്നത്. ആ താതാത്മ്യമാണ് മോക്ഷം. മോക്ഷം തരാം എന്ന് വെറുതെ പറയുകയല്ല. ആത്മാവിൽ അനുഭവമാക്കുന്ന മഹാസത്യമാണത്. ആ മഹാസത്യത്തെ അനുഭവമാക്കുവാനാണ് ത്യാഗിയായി ലോകത്തിൽ വാഴുന്നത്. അതുകൊണ്ട് അറിയിക്കുന്ന അറിവുകളെ സശ്രദ്ധം സ്വീകരിച്ച് അണുവിട തെറ്റാതെ പാലിച്ച് ജീവിച്ച് ഉന്നതനാകുന്ന ഗുരുവിന്റെ അവതാര രൂപത്തെ അവതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഓരോരുത്തരെയും ഈശ്വരൻ കരുതുമാറാകട്ടെ. കരുതുമാറാകട്ടെ. ആ കരുണയും കരുതലുമില്ലാതെ ഒന്നും ഈ ലോകത്തിൽ സാധിക്കുകയില്ല. അപ്രകാരം ദൈവത്താൽ സ്ഥാപിച്ച് ദൈവത്താൽ നടത്തുന്ന ഈ ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എന്റെ ഓമന മിത്രങ്ങളെ, അറിയിച്ച നിയമങ്ങളൊന്നും ഒരു വിധത്തിലും ഉപേക്ഷ കൂടാതെ പരിപാലിക്കുക. കൃത്യമായും സത്യമായും പരിപാലിക്കുക. ആ തെറ്റുകൾ വന്നാലതു ഗുരുവാദേ അറിയിച്ചു. തെറ്റുകൾ പരിഹാരം നേടിക്കൊള്ളുക. ഭക്തരായവർ പരിഹാരം നേടിക്കൊള്ളുക. ഉന്നതനാകുന്ന ഗുരുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നവരിലാണ് ഇതെല്ലാം
ഇതെല്ലാം വ്യവസ്ഥപ്പെടുന്നത്. പാലിക്കുന്നവരിലാണ് ഇതെല്ലാം ഇത് വ്യവസ്ഥ. സ്വാഭാവികമായും അവരിലങ്ങ് വ്യവസ്ഥപ്പെടും. സ്വാഭാവികമായും പിന്നെ ആർക്കും അതിനെ അഴിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. ആർക്കും അതിനെ അടിച്ചു മാറ്റാൻ പറ്റും. ബാഹ്യമായുള്ള പല വെച്ചുകെട്ടലുകളും നമുക്ക് സമയം കഴിയുമ്പോൾ അഴിച്ചു മാറ്റാം. ഭാഗ്യമായുള്ള പല വെച്ചുകെട്ടലുകളും നമുക്ക് സമയം കഴിയുമ്പോൾ അഴിച്ചു മാറ്റാം. അല്ലെങ്കിൽ അത് സ്വയം നശിച്ചു പോകും. അല്ലെങ്കിൽ അത് സ്വയം നശിച്ചു എന്നാൽ പോകും. ആന്തരികമായി നടക്കുന്ന വ്യവസ്ഥാപിതമായ ഘടനാപരമായ മാറ്റങ്ങൾ എന്നാൽ ആന്തരികമായി നടക്കുന്ന വ്യവസ്ഥാപിതമായ ഘടനാപരമായ മാറ്റങ്ങൾ അത് ആരാലും അഴിക്കാൻ കഴിയുന്നതല്ല. ആരാലും അഴിക്കുവാൻ കഴിയും. അത് സ്വയം സംജാതമാകുന്നതാണ്. അത് സ്വയം സംജാതമാകും. അങ്ങനെയാകുമ്പോൾ അങ്ങനെയാകുമ്പോൾ അത് വർദ്ധിതമായിട്ട് പരമാത്മ രൂപത്തിലേക്ക് സ്വയം വിലയം പ്രാപിക്കുകയാണ്. അത് വർദ്ധിതമായിട്ട് പരമാത്മ രൂപത്തിലേക്ക് സ്വയം വിലയം പ്രാപിക്കും. അങ്ങനെ ആക്കി തീർക്കുവാനാണ് ദൈവം ഇതെല്ലാം ഒരുക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കുവാനാണ് ദൈവം ഇതെല്ലാം. അതിന് എന്താണ് വേണ്ടത്? അതിനെന്താണ് നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് വേണ്ടത്. നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് വേണ്ടത്. ഇപ്പൊ ഒരു പുരോഹിതൻ പറഞ്ഞ ഒരു കഥ, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞ ഒരു കഥ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരിക്കൽ കുർബാന നടക്കാൻ പോവുകയാണ്. ഒരിക്കൽ കുർബാന നടക്കാൻ പോവുകയാണ്. അപ്പൊ ആ പള്ളിയിലേക്ക് ഒരു യുവാവ് ഓടിച്ചെന്നു. അപ്പോൾ പള്ളിയിലേക്ക് ഒരു യുവാവ് ഓടിച്ചെന്നു. പിതാവേ, എനിക്ക് ഉടൻ തന്നെ ഒരു കുമ്പസരിക്കണം. പിതാവേ, എനിക്ക് ഉടൻ തന്നെ കുമ്പസരിക്കണം. ഞാൻ കുർബാനയ്ക്ക് കയറുകയാണ്, അത് കഴിഞ്ഞു പോരെ എന്ന് ചോദിച്ചു. കുർബാനയ്ക്ക് കയറുകയാണ്, അത് കഴിഞ്ഞു പോരെ? അല്ല, എനിക്ക് ഇപ്പൊ തന്നെ കുമ്പസരിക്കണം. എനിക്ക് ഇപ്പോൾ തന്നെ കുമ്പസാര നിയമം അനുസരിച്ച് നിർബന്ധമായ ഒരു ആൾ ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ നിർവഹിക്കണം എന്നൊരു നിയമമുണ്ട്. കാരണം ഈ ഭാരം കൊണ്ട് വെളിയിൽ പോകുന്ന ആൾ ഒരുപക്ഷെ ആത്മഹത്യക്ക് വരെ ഒരുങ്ങിയേക്കാം എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഒരാൾ നിർബന്ധമായി ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ നിർവഹിക്കണമെന്നാണ്. അപ്പോ പിതാവ് വന്ന് കുമ്പസാരക്കൂട്ടിനകത്ത് കയറി അതിന്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ വന്നിരുന്നു. ഇവനിൽ നിന്ന് പാപങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി ഞാൻ ഇരിക്കുകയാണ്. ചില നിസാരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ കണ്ണുനീരൊഴുക്കി. അപ്പോ ഈ പിതാവിന് ഉള്ളുകൊണ്ടൊരു അല്പം ദേഷ്യം വന്നു. എല്ലാം കഴിഞ്ഞ് അതിന് പരിഹാരം കൊടുത്തു. അതിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ പള്ളിയിൽ കയറി. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നു. പ്രായശ്ചിത്ത പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോ അവനോട് ചോദിച്ചു, ഇത്ര നിസാരമായ കാര്യം പറയാനായിരുന്നു എന്റെ കുർബാന തടഞ്ഞിട്ട് നീ ഇത് ചെയ്തത്? പിതാവേ, പരിശുദ്ധ പിതാവിന്റെ കാരുണ്യത്താൽ വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ സഹധർമ്മിണി ഇന്ന് പ്രസവിക്കുകയാണ്. ഞാൻ വളരെ കാലം കാത്തിരുന്നതാണ് ഒരു കുഞ്ഞിന് വേണ്ടി. ഈ സന്തോഷ വാർത്ത എന്റെ മാതാവിനെ വിളിച്ചറിയിച്ചപ്പോൾ ആ മാതാവ് എന്നോട് പറഞ്ഞു, ഒരു കളങ്കവുമില്ലാത്ത ഹൃദയത്തോടുകൂടി വേണം ദൈവം തന്ന ഈ സമ്മാനത്തെ നീ കൈകൊണ്ട് വാങ്ങാൻ എന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. ഈ സമ്മാനത്തെ നീ കൈകൊണ്ട് ഏറ്റുവാങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങേക്ക് നിസാരം എന്ന് തോന്നിയെങ്കിലും ഈ ഭാരങ്ങൾ കൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ സ്പർശിക്കരുത്, ഇതെന്റെ ദൈവം തന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. എന്റെ ദൈവം തന്ന നിധിയാണിത്, എന്റെ ദൈവം തന്ന സമ്മാനമാണിത്. ഒരു കളങ്കവും ഇല്ലാതെ വേണം ഞാൻ അതിനെ സ്വീകരിക്കാൻ എന്ന് എന്റെ അമ്മ പറഞ്ഞ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോ പിതാവ് അവനെ ചേർത്ത് നിർത്തി ആശ്ലേഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ കളങ്കമെല്ലാം 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 നിഷ്കളങ്കനായി കളിയാടട്ടെ. ഈ വാഴക്കൊല കച്ചവടം ചെയ്യുന്ന കടകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന് കച്ചവടം ചെയ്യാൻ നിൽക്കുന്ന അതൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളുണ്ടാവും. ആ ആളിന്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് കറ പുരളാത്ത ഒരു സ്ഥലവും കാണില്ല. അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കറയായിരിക്കും. പല പല ഡിസൈനുകളിൽ ഇങ്ങനെ ഒഴുകി വീഴുന്നത്, തുള്ളിയായി തൊട്ടത്, മുറിഞ്ഞ പാട് എന്ന് വേണ്ട
ഒരുപാട് ഡിസൈൻ അതിനകത്ത് കാണും. ഒരുപാട് ഡിസൈൻ അതിനകത്ത് കാണും. അതിനെ സംബന്ധിച്ച് അവന് യാതൊരു വിഷമവും ഇല്ല. അതിനെ സംബന്ധിച്ച് അയാൾക്ക് യാതൊരു വിഷമവും. അത് കഴിയുമ്പോൾ വെളിയിലേക്ക് പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. അതാണ് അവന്റെ നിയമം. അത് കഴിയുമ്പോൾ വെളിയിലേക്ക് പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. എന്നാൽ ആദ്യമായി ആ സാധനം വാങ്ങാൻ ചെല്ലുന്ന ഒരാളുടെ ദേഹത്തേക്ക് ആദ്യമായി ആ സാധനം വാങ്ങുവാൻ ചെല്ലുന്ന ആളിന്റെ ഒരു ശുദ്ധവസ്ത്രം ധരിച്ചു ചെല്ലുന്ന ഒരാളിന്റെ വസ്ത്രത്തിലേക്ക് ശുദ്ധവസ്ത്രം ധരിച്ചു ചെല്ലുന്ന ഒരാളിന്റെ വസ്ത്രത്തിലേക്ക് അല്പം കറ പുരളാൻ ഇടയായാലത്തെ അവസ്ഥ എന്തായിരിക്കും? അല്പം കറ പുരളാൻ ഇടയായാലത്തെ അവസ്ഥ എന്തായിരിക്കും? വളരെ വേദനയായിരിക്കും. വളരെ വേദനയായിരിക്കും. കാരണം കരിച്ചാലും പോകില്ല വാഴക്കറ എന്നാണ് പഴമക്കാർ പറയുന്നത്. കരിച്ചാലും പോകില്ല വാഴക്കറ എന്നാണ്. അത് സത്യമാണ്. കാരണം എന്തുപയോഗിച്ച് കഴിയാൽ ഈ വാഴക്കറ പോകില്ല. ഉപയോഗിച്ച് കഴിയാൽ വാഴക്കറ പോകില്ല. അപ്പോൾ നമുക്ക് അതിവേദന ഉണ്ടാകും. കാരണം നമ്മുടെ വസ്ത്രത്തിലെ കറ പുരണ്ടിരിക്കുന്നു. ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അകത്ത് നിൽക്കുന്നത് നിയമമില്ലാത്തവനും പുറത്ത് നിൽക്കുന്നവൻ നിയമമുള്ളവനുമാണ്. നിയമം പാലിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അല്പം പോലും കറ പുരളാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും സൂക്ഷിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. ഈ അകത്ത് നിൽക്കുന്നവനെ സംബന്ധിച്ച് അറുത്ത് മാറ്റി കറ ഇറ്റ് വീഴുന്നത് വേണമെങ്കിലും എടുത്ത് തോളെ വെച്ചോണ്ട് പോകും. കാരണം എത്ര വീണാലും അവന് പ്രശ്നമില്ല. അത് ആദർശത്തിൽ അല്ലെങ്കിൽ നിയമത്തിലില്ലാത്തവരുടെ ജീവിതം അങ്ങനെയാണ്. അവനെ കണ്ടിട്ട് വെളിയിൽ നിൽക്കുന്നവൻ അത് ചെയ്യാൻ തുനിയരുത്. കളങ്കമെല്ലാം കളങ്കമെല്ലാം നിഷ്കളങ്കനാകരാൻ കളിയാടട്ടെ. ഈ ലോകത്തിൽ ദൈവം വന്ന് സ്ഥാപിച്ചിരിക്കുന്ന നിയമം പരിശുദ്ധ ജീവിതമാണ്. ആ പരിശുദ്ധ ജീവിതമാണ് വരന്മാർ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടത്. യാതൊരു കളങ്കങ്ങൾ ഒരു വിധത്തിലും അകതാൽ കടക്കാതെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ കടമയാണ്. നല്ലപോലെ പാട്ടുപാടും, നല്ലതുപോലെ പ്രസംഗിക്കും, അടുക്കും ചിട്ടയായിട്ട് പല കാര്യങ്ങളും ചെയ്യും. കർമ്മ മേഖലയിൽ പലയിടത്തും ശോഭിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടൊരാൾ പരിശുദ്ധനാവുകയില്ല. അകതാരിൽ ഇരിക്കുന്ന ദിവ്യരൂപത്തെ തെളിമയോടുകൂടി കരുതി ജീവിക്കുവാൻ ആർക്ക് കഴിയുന്നു അവരാണ് പരിശുദ്ധ ജീവിതം ചെയ്യുന്നവർ. എപ്പോഴും അത് തെളിമയോടുകൂടി കാണുവാനുള്ള കാഴ്ച ഉണ്ടാവണം. എപ്പോഴും അതിനെ കരുതി ജീവിക്കുവാൻ ഇടയുണ്ടാകണം. എപ്പോഴും ആരോടും പ്രത്യേക മമതയോടുകൂടിയും സ്നേഹത്തോടുകൂടി ഇടപെടുവാൻ ഇടയുണ്ടാകണം. ആ വിധത്തിൽ കരുതി ജീവിക്കുന്നവരാണ് പരിശുദ്ധ ജീവിതം ചെയ്യുന്നത്. അവർക്ക് ആരോടും ഒരു ശത്രുത്വവും ഇല്ല. കരുണാനിധേ എന്റെ കരുണാനിധേ അങ്ങേ കളങ്കമില്ലാത്ത സ്നേഹം പതഞ്ഞൊഴുകിടുന്നിതാ. Amen.
നിത്യനിരാമയ നിത്യവും വാഴണമേ സത്യം സ്നേഹം, അതാണ് അവതാരമായി വന്ന ലോകത്തിൽ വാഴുവാൻ പോലും കാരണമായത്. എന്റെ സന്താനങ്ങൾ ഈ ലോകത്തിൽ നരകത്തിൽപ്പെട്ട് വലയുന്നു. അവരെ വീണ്ടെടുക്കണം, അവരെ രക്ഷിക്കണം, അവരെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കണം, ആനന്ദത്തിൽ ലയിപ്പിക്കണം. ഈ തീരുമാനത്തോടുകൂടി കരുണയോടുകൂടി കലിയുഗത്തിൽ വന്ന കളങ്കമറ്റ ജ്ഞാനം ഖഡ്ഗിയവതാരം. കരുണയോടുകൂടി കലിയുഗത്തിൽ വന്ന കളങ്കമറ്റ ജ്ഞാനം ഖഡ്ഗിയവതാരം. ഇത് ആലോചനയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. ചിന്തയുള്ളവർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. പക്ഷേ വേണ്ടതുപോലെ ചിന്തിക്കുകയും വേണ്ടതുപോലെ ഗ്രഹിക്കുകയും വേണ്ടതുപോലെ ജീവിക്കുകയും ചെയ്യേണ്ടത് മർത്യന്മങ്ങളുടെ ആവശ്യമാണ്. ആ വിധത്തിൽ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ തിരുവവതാരത്താൽ ഉദയമാക്കുന്ന ജ്ഞാനങ്ങളെ ആത്മാവിലായി സ്വീകരിച്ച് ആത്മജ്ഞാനമാക്കി ആത്മമോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ ആത്മനാഥൻ നിങ്ങളെല്ലാം കരുതി രക്ഷിക്കുമാറാകട്ടെ. ആത്മനാഥൻ ഈ ലോകത്തിൽ മർത്യകുല രക്ഷാർത്ഥമായി ലോകാന്ത്യം വരെ വാഴുമെന്ന് തീരുമാനിച്ച പ്രകാരം ഉത്രാട നക്ഷത്ര ജാതമായ തിരുവുടലിലേക്ക് തിരിച്ചുദയമായി, വീണ്ടും പുരാണത്തിൽ ഉദയമായി, വീണ്ടും മകയിരത്തിൽ ഉദയമായി, അത്ഭുതകലകളോടുകൂടി ഇന്നും വാഴുന്നു, എന്നും വാഴുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആത്മലോകത്തിൽ അതെല്ലാം അനുഭവമാകുന്നു. അപ്രകാരം 12 സംവത്സരക്കാലം ഉന്നതനായി വാണിരുന്ന പുരാണ നക്ഷത്ര ജാതമായ ഗുരുപ്രസാദ് ഗുരുദേവ തിരുവടികളുടെ ജന്മനക്ഷത്ര മഹോത്സവം മാർച്ച് മാസം 23-ാം തീയതി ആഘോഷിക്കുകയാണ്. അതുപോലെ 17 സംവത്സരക്കാലം അത്യത്ഭുത കലകളോടുകൂടി വാണിരുന്ന ആത്മലോകത്തെ രക്ഷിച്ച സദാനന്ദ സിദ്ധ ഗുരുദേവ തിരുവടികളുടെ ആ ജന്മനക്ഷത്രം മാർച്ച് മാസം 7-ാം തീയതി നടക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കായി സ്വീകരിച്ചു വാഴുന്ന ശരീരത്തിന്റെ ജന്മനക്ഷത്രം മാർച്ച് മാസം 5-ാം തീയതിയാണ്. 5 മുതൽ 7 വരെയുള്ള 3 ദിനങ്ങളിൽ ജന്മനക്ഷത്ര സ്തുതിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആദർശധീരരായ സന്താനങ്ങൾക്കും അഭ്യുദയകാംക്ഷികളായവർക്കും ആർക്കും വന്ന് ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന ചിട്ട അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുവാൻ. ആ വിധത്തിൽ ജന്മനക്ഷത്ര സ്തുതി ഉന്നത വിജയമാക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിധത്തിൽ ജന്മനക്ഷത്ര ആഘോഷങ്ങൾ ഓരോ ഹൃദയങ്ങളിലും അത് ഹൃദയോത്സവമായി ഭവിക്കട്ടെ. അതുപോലെ പുരാണ മഹോത്സവവും ആനന്ദോത്സവമായി ഭവിക്കട്ടെ. ഇനി നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങൾ ഉന്നതമായി നടത്തപ്പെടട്ടെ.
ദിവസം നടന്ന ദേവിയോട് ശാഖാശ്രമ വാർഷികം ഉന്നതമായ ഒരുക്കങ്ങളോടുകൂടി ഗംഭീരമായി നടത്തപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരെയും ജഗദീശ്വരൻ തൃക്കരങ്ങൾ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ കുറുമ്പനാടം ശാഖാശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉന്നതമായ നിലയിൽ നാളെയാണ് വാർഷികം. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവപ്രകൃതികളും തുണയായി നിൽക്കട്ടെ. ഉടമസ്ഥനുമാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തെ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കണമെന്ന ആഗ്രഹവും ആർത്തിയുള്ള എന്റെ ഓമന സന്താനങ്ങളെ, ഓരോ കർമ്മങ്ങളിലും പോയി ബന്ധപ്പെടുന്ന എന്റെ ഓമന മിത്രങ്ങളെ, നിങ്ങൾക്കെല്ലാം വേണ്ടത് പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. അതിവിശിഷ്ടമായ ഈ അവതാര കർമ്മക്ഷേത്രത്തിന്റെ മുന്നിലായി പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് കാണുവാൻ ആത്മലോകം ആർത്തിപ്പെടുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി സങ്കല്പിക്കുന്നു. എല്ലാം സ്വീകരിച്ച് ഏറ്റവും വേഗം പൂർത്തീകരിച്ച് തരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഈ ഹൃദയശാസ്ത്രത്തെ പകർത്തി ഈ ശിലകളിലേക്ക് ആക്കുവാൻ തക്ക വിധത്തിൽ സർവശക്തി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന എന്റെ ആത്മദീപത്തെ ഉന്നതമായ നിലയിൽ ആരോഗ്യ സമ്പൽ സമൃദ്ധിയോട് എന്നും കരുതുമാറാകട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും എപ്പോഴും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയവരെയും കരുതുമാറാകട്ടെ. ഇന്നേ ദിവസം ഈ ആരാധനയ്ക്കായി വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഇത് ആളാം പ്രദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ആശിക്കുന്ന നന്മകളെ ദാനം ചെയ്യട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച മനോഹര സന്താനങ്ങൾക്ക് ഉത്തമമായ സത്യജീവിതം ചെയ്ത് ഈ ആദർശത്തിന്റെ പരമോന്നതമായ പരമാനന്ദം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ മഹാശക്തി ഇടയാക്കുമാറാകട്ടെ. സർവശക്തി ലോകത്തിൽ സ്ഥാപിതമാക്കിയ ഈ ആദർശത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ തീരുമാനം ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളിൽ എന്റെ മനോഹര സന്താനങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർത്തിയോടെ ആരാധിക്കുന്നു, നേർച്ചകൾ സങ്കല്പിക്കുന്നു, വിവിധങ്ങളായ ഒരുക്കങ്ങൾ നടത്തുന്നു. എല്ലാം സ്വീകരിച്ച് എല്ലാ രാജ്യങ്ങളിലും ഉന്നതമായ ആദർശ സ്ഥാപനങ്ങൾ ഉയരുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. എല്ലാം നടത്തുവാനും എല്ലാം നടത്തിക്കുവാനും എല്ലാവരെയും കാണുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുവാനും മഹാശക്തി ശുഭാനന്ദ നവോശക്തി നിറഞ്ഞ പ്രകാശമായി ഇവിടെ തെളിഞ്ഞു വാഴുമാറാകട്ടെ. സത്യവെളിച്ചമായി വാഴട്ടെ, നിത്യവെളിച്ചമായി വാഴട്ടെ, ആത്മബോധമായി വാഴട്ടെ, ശുഭാനന്ദ രൂപം വാഴട്ടെ, ശുഭാനന്ദ രൂപം വാഴട്ടെ, ശുഭാനന്ദ രൂപം വാഴട്ടെ. ദേവലോക തുല്യമായ ദേവാലയം, ഓ ദേവലോക തുല്യമായ ദേവ